കുറച്ച് നാളുകൾക്ക് മുൻപ് ഞങ്ങൾ ചിത്രീകരിച്ച പനയ്ക്കൽ നീലകണ്ഠന്റെ സാരഥി പനേറ ബൈജു ചേട്ടന്റെ അഭിമുഖ സംഭാഷണത്തിൽ ബാക്കി വന്ന എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. ഇതിൽ ഇന്നത്തെ മലബാറിന്റെ സുൽത്താൻ അക്കരമ്മൽ മോഹനന്റെ കുട്ടിക്കാല വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. വീഡിയോക്കുള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തുടർന്നും ഇത്തരത്തിലുള്ള ആന സംബന്ധമായ വീഡിയോസ് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. കൊണ്ടുപോകണ ആനയെ അവിടെ കൊണ്ടുവന്ന് കൊടുത്ത് എനിക്ക് പിന്നെ പണിയില്ലാതെ ഞാൻ അതിൽ കുറച്ച് അവിടെ ഉള്ള ആനകൾക്കൊക്കെ തീറ്റിയും വെട്ടി നിന്നപ്പോഴാണ് ഈ മോഹൻ ആനയ്ക്ക് ആളില്ലാതായി. ഷായണ്ണ എൻ്റെ അടുത്ത് പറഞ്ഞു ആനയെ അഴിക്കാവുമോ എന്ന് ചോദിച്ചു. അന്ന് ഒരു പ്രായമുള്ളൊരു ചേട്ടനെ ഒരു ശരീരമൊക്കെ ഉള്ള ഒരാളാണ് അതിനെ കൊണ്ടുവന്നത്. പുള്ളിയെ കൊണ്ടുവന്ന് പാട എന്ന് പറഞ്ഞാൽ തറിയുന്നൊക്കെ ആനയെ അഴിക്കാൻ നേരത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് തെറ്റിപ്പോകുമായിരുന്നു. അതുപോലെ ആന ചട്ടക്കാരനായിട്ട് ആരെയും ആന അംഗീകരിച്ച് കൊടുത്തിട്ടില്ല. പലരും വരും തീറ്റും വെള്ളം കൊടുക്കും, അവിടെ നിന്ന് അഴിച്ച് മാറി തറയിലോട്ട് അങ്ങ് കെട്ടുവാൻ. ആനയ്ക്ക് തന്നെ അറിയത്തില്ല ഇതിൻ്റെ ആനക്കാരൻ ആരാണ്. അങ്ങനെ ഞാൻ വന്ന് ആനയെ അഴിക്കുന്നു. തല്ലൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അതിൻ്റെ കാര്യമില്ല. അങ്ങനത്തെ ഒരു ആന അല്ലായിരുന്നു അത്, കൊച്ചാനയായിരുന്നു. കൊച്ചാന കറിയിൽ നിന്ന് അഴിച്ച് മാറ്റി കെട്ടി അവിടെ ഇരുത്തി ആനയെ കുളിപ്പിച്ച് എൻ്റെ അടുത്ത് ഷയണം പറഞ്ഞു അക്കരെ കൊണ്ടുപോടാന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ചോറ് കൊടുക്കാൻ പറഞ്ഞു. അവിടെ മുതലേ ആനയുടെ രീതി ഇങ്ങനെ അഴിച്ചു വിട്ടപ്പോഴാണ് ഇതിൻ്റെ രീതികൾ എന്തോന്നാണെന്ന് മനസ്സിലാക്കി. ആനെ കൊണ്ടുപോകുന്നിടത്ത് ആനയ്ക്ക് കുഴപ്പമില്ലായിരുന്നു. തിരിച്ചു വരാൻ നേരത്ത് ആന ഒന്ന് കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു മരം ഉണ്ടായിരുന്നു, അവിടെ പിടിച്ച് ചേരം പിടിച്ച് നിർത്തിയിരുന്നു കുളിച്ച്. പിന്നെ ആന നല്ല ക്ലിയറായി. ആന പിന്നെ തോട്ടിലാണ് കൊണ്ടുവന്ന് കിടത്തി കുളിപ്പിക്കാനുള്ള ഇത് പരിശീലനം ഇതെല്ലാം കറക്റ്റാക്കി. പിന്നെ ഒരു 3 പരിപാടിയും എടുത്ത് ആനയ്ക്ക്. പരിപാടിക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ കൊച്ചാണെങ്കിൽ ആന നല്ല പൊക്കത്തിലുണ്ടാണ്, പൊക്കത്തിൽ നല്ല നല്ല ചെവി നീളവും. അന്ന് ഇപ്പോഴത്തെ കർണനാനയുടെ ലുക്കാണെന്ന് നമുക്കത് പറയാനൊന്നും പറ്റത്തില്ല. അന്ന് നമ്മൾ കാണുമ്പം ആ ഒരു നമുക്ക് തോന്നത്തില്ല, ലുക്കൊന്നും ഇല്ല. പക്ഷെ ആന അന്നും ഹൈറ്റ് ഉണ്ട്, പ്രായം കുറവാണെന്നേ ഉള്ളൂ, ഹൈറ്റ് ഉണ്ടെന്ന്. ഈ ആനയിലേക്ക് നമ്മളായിരിക്കുമല്ലോ, നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇത് കെട്ടെന്തറി നിൽക്കുന്നു, നമ്മളഴിച്ച് ഇപ്പം നമ്മുടെ കയ്യിലേക്ക് ആക്കുമ്പോൾ, അതായത് ഒരു വണ്ടി നമ്മൾ മേടിച്ച് നമ്മുടെ കയ്യിൽ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ ആ വണ്ടിക്ക് ചില കുഴപ്പങ്ങളുണ്ടെന്ന് തോന്നും. അപ്പം നമ്മളത് തിരുത്തി കൊടുക്കും. അപ്പം അതേപോലെ ആനയുടെ ചിട്ടകൾ എങ്ങനെയായിരുന്നു? ചേട്ടനായിരിക്കുമ്പോൾ ആനയുടെ ചിട്ടകൾ എങ്ങനെയായിരുന്നു, രീതികൾ? വലുതായിട്ടൊന്നും കാര്യങ്ങൾ അറിയത്തില്ല, ആനയ്ക്ക് ഒന്നും ശീലിപ്പിച്ചിട്ടില്ല. വരുന്ന ആവശ്യം കൊണ്ട് പോകുന്ന എൻ്റെ കാര്യങ്ങൾ നോക്കി കൊണ്ടൊന്ന് കെട്ടണമെന്നേ ഉള്ളായിരുന്നു. ഞാൻ വന്നതിന് ശേഷം ആന ഒരു മാറ്റങ്ങളൊക്കെ വന്നാണ്. പരിപാടി ആദ്യമായിട്ട് എടുക്കുന്ന ചേട്ടൻ്റെ കയ്യിലാണ് പരിപാടി എടുക്കുന്നത്. ആദ്യത്തെ ദിവസത്തെ പരിപാടി എങ്ങനെയാണ് ഓർക്കുന്നത്? ആദ്യത്തെ പരിപാടി, ഈ ആനയും കൊണ്ടുള്ള ആദ്യത്തെ പരിപാടി എങ്ങനെയാണ് ഓർക്കുന്നത്? പരിപാടി എന്ന് പറഞ്ഞാൽ അങ്ങനെ പേടി, അങ്ങനെ മറ്റുള്ള പേടിയും കാര്യങ്ങളൊന്നും ഇല്ല. പടക്കത്തിനോ ചെണ്ടക്കൊട്ടിനോ ഒന്നും പേടിയൊന്നുമില്ലായിരുന്നാണ്. ഇപ്പോഴും തട്ടി എങ്ങനെ കൊണ്ടുപോയാലും ഒന്ന് തട്ടിയൊക്കെ നിർത്തിയാലും അതിനനുസരിച്ച് ആന നിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ നിലവും കാര്യങ്ങൾ കൊച്ചാനായിട്ട് പിടിപ്പിക്കേണ്ട കാര്യമില്ല. ആ ഒരു ശീലത്തിൽ നമ്മൾ കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടൊന്ന് നിർത്തിക്കഴിഞ്ഞാൽ ആനകളെ നിർത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആന കയറി നിൽക്കുകയാണ്. നിലവും കാര്യങ്ങളൊന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ആന നല്ല സ്റ്റാറായി. ഇപ്പോഴത്തെ ആന കേരളം ഭരിക്കുന്ന യുവരാജാവായി. അപ്പോഴ് നമ്മൾ ഈ പരിപാടി സ്ഥലത്ത് പോകുമ്പം ഈ പ്രായത്തിൽ കുറഞ്ഞ ആനയാണ്, അതിൻ്റെതായ കളിയും കാര്യങ്ങളൊക്കെ ആനയ്ക്കുണ്ട്. അപ്പോൾ പരിപാടി സ്ഥലത്ത് പോകുമ്പോൾ എങ്ങനെയാണ് പരിപാടി ഇപ്പം കോലം കയറ്റി പരിപാടി എടുക്കാൻ പുള്ളിക്ക് താല്പര്യം? പരിപാടി എടുക്കുന്നതിനോട് പുള്ളിയുടെ ഒരു രീതി എങ്ങനെയാണ്? മുഷിഞ്ഞ് വരപ്പോഴായി ഇതിന്റെ രീതികൾ മാറുന്നത്. അല്ലാതെ കളിയും കാര്യങ്ങളൊന്നും അത് തന്നെ, ഈ കളിയിൽ നിന്ന് തന്നെ അങ്ങോട്ട് പോകുന്നത്. നടന്ന് മുഷിഞ്ഞ് കയറി വരപ്പം ആ കളിയിലോട്ട് അങ്ങ് മാറും. കുഞ്ഞല്ലേ, അടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പൊ ചേട്ടനോടുള്ള ഒരു ആനയുടെ രീതി എങ്ങനെയായിരുന്നു?
ചേട്ടനോട് ഭയങ്കര കാര്യമായിരുന്നു, അതെങ്ങനെയായിരുന്നു? കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ വന്നതിന് ശേഷം ആനയ്ക്ക് തന്നെ അത് മനസ്സിലായി, ഞാൻ അവൻ്റെ ആനക്കാരൻ തന്നെ. അത് പൊതുവെ അത് ആരും അങ്ങനെ സ്ഥിരമായിട്ട് നിന്നിട്ടില്ല. ആനയോടുള്ള ആനയ്ക്ക് ചേട്ടനോട് ഒരു താല്പര്യം? ഇപ്പൊ അതൊരു പ്രായത്തിൽ കുറഞ്ഞ ആന നമ്മൾ കൊണ്ടിടക്കുമ്പോ നമ്മളോടൊരു കളിയും ചിരിയും ഒരു കൊഞ്ചലും കുഴയലും പ്രത്യേകിച്ച് ഒരു സ്നേഹമാണ് ഇതുകൊണ്ട് ഇല്ലെന്ന് പറയുന്നത്. ഈ ആനയും കൊണ്ട് നമ്മൾ ഈ മോഹനൻ ആനയും കൊണ്ട് പോകുമ്പോൾ മറക്കാനാവാത്തൊരു അനുഭവം എവിടെയെങ്കിലും വെച്ചുണ്ടായിട്ടുണ്ട്? ഇല്ലല്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഈ മോഹനൻ ആനയെ നിന്ന് മാറുന്നത് എന്തൊരു സാഹചര്യത്തിലായിരിക്കും? ആന പനക്കലിലോട്ട് കൈമാറി ഞാൻ അവിടെ കൊണ്ടുവന്ന് കൊടുത്ത് ആനയെ കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ ഈ അനന്തനാന ആണ് മോഹനെണ്ണ നിൽക്കുന്നത്. ചെറുപ്പുളശ്ശേരി അനന്തൻ. അവൻ്റെ കൂട്ടത്തിലെ ആളില്ലായിരുന്നു. അങ്ങനെ മോഹനെണ്ണ എന്നെ വിളിക്കുന്നു. പിന്നെ 2 ആനക്കാരനായിട്ട് മോഹൻ്റെ കൂടെ പോവുകയാണ്. അത് ഈ പുത്തംകുളം തറയിൽ തന്നെയാണ് ആന നിൽക്കുന്നത്. നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മൾ ആനയെ കാണുന്നുണ്ട്. പെട്ടെന്ന് അതിലേക്കൊരു വിളി വരുമ്പോ എങ്ങനെയാണ് അതിനെ കാണുന്നത്? എനിക്ക് വലിയ ആനയ്ക്ക് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല മോഹ് വരും. ആ ഒരു ഇതിലാണ് ഞാൻ പോയത്. 3 ആന അല്ല ഈ 2 ആനയും ചുമതല കയറിയിട്ട് പിന്നെ എങ്ങനെ അത് പിന്നെ തീറ്റി വെട്ടാൻ പോകണം എന്നുള്ള ആ ഒരു എനിക്ക് തോന്നിയില്ല. 2 ആനക്കാരനായിട്ടെങ്കിലും ഒരു വലിയ ആനയ്ക്ക് നിൽക്കണം, കൈകാര്യം ചെയ്യണം, പരിപാടി നിരവ് പിടിക്കുകയും ആ ഒരു ശീലം കൊണ്ടാണ് ആനയ്ക്ക് നിൽക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോഴത്തെ രീതി അല്ല പണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് എന്നാലും ഞാൻ ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കണം. ഇപ്പം നമ്മളൊരു 2ാം ആനക്കാരനായിട്ട് പോകുമ്പോഴും ഇപ്പോഴത്തെ ഒരു 2ാം ആനക്കാരന് വേറൊരു പവറും അല്ലെങ്കിൽ വേറൊരു ചാർജും വേറൊരു രീതികളുമാണ്. അയാൾ ചെയ്യേണ്ട ജോലി വേറെയാണ്. പക്ഷെ അന്നത്തെ കാലത്ത് നമ്മൾ പോകുമ്പം ഈ 2 ആനക്കാരനും തീറ്റ വെട്ടേണ്ടി വരും. മരുതിക്കാർ കൊടുത്താലേ പറ്റത്തുള്ളൂ. ഇപ്പോഴാ ഈ 3 ആനക്കാരും 4 ആനക്കാരും അവന്മാര് 2 പേരെ കിടന്ന് കഷ്ടപ്പെടുന്നു. ഇപ്പോൾ ഉള്ള പാപ്പന്മാരും കുളിച്ചൊരുങ്ങി പൊട്ടും തൊട്ടും എനിക്ക് വെള്ളം മുണ്ട് കൊടുത്തു. പണി മൊത്തം ചെയ്യുന്നത് ഈ 3 ആനക്കാരൻ. പിന്നെ അവനെ സഹായിക്കാൻ അവന്റെ ചിലപ്പോൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും വരും. അങ്ങനെ തന്നെ അവന് ഒരു ആഴ്ച കിട്ടുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ 2 പേരേ ഉള്ളൂ. അവര് 2 പേര് തന്നെ, ഈ 2 ആനക്കാരൻ തന്നെ തീറ്റയും പെട്ടെന്ന് ആനയെ കഴുകുന്നത്. 1 ആനക്കാരനും സഹായിക്കുമെന്ന് പറയുന്നില്ല. 1 ആനക്കാരൻ അത് ഇളക്കി പണിയാണ്. ഈ അനന്തനാനയിലേക്ക് നമ്മൾ പോകുമ്പോൾ എങ്ങനെയാണ് അനന്തനാനയുടെ രീതിയും കാര്യങ്ങളൊക്കെ? അതും വലിയൊരു ആനയെ കയറണമെന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ പോകുന്നു. ഇവിടെ വന്നാണ് 12 വർഷം വരെ ഒരാളാണ് നിന്ന് കൈകാര്യം. ഈ ആരാണ്? മോഹനൻ ചേട്ടനല്ലേ? പുള്ളി മാറിയതിനു ശേഷം ഈ മോഹൻ എന്ന് പറയുന്ന മോഹനം വന്ന് അഴിച്ച ടൈമിലാണ് ഞാൻ വന്ന് കൂട്ടത്തിൽ വന്ന് നിൽക്കുന്നത്. അതിനാ ഒരാൾ മാത്രമേ കൈകാര്യം ചെയ്തെന്ന് നടന്നത്. പ്രദീപ്, ചങ്ങനാശ്ശേരി പ്രദീപ്. ഇപ്പൊ നമ്മുടെ അരുണിമയപ്പുറത്ത് സരതി ആന കയറുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾ മോഹനൻ ചേട്ടൻ വന്ന് അഴിക്കുന്നു. മോഹനൻ ചേട്ടൻ അഴിച്ചിട്ടും കുറച്ച് നാളെ ആവുന്നുള്ളൂ. അപ്പോഴും നമ്മൾ 2ാം ആനക്കാരനായിട്ട് ചെല്ലുന്നു. അപ്പോൾ മോഹനൻ ചേട്ടൻ ഓരോ ചിട്ടകൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളും ആ ഒരു ആനയിലേക്കുള്ള പണി നമ്മൾക്കും ഒരു ചിട്ട ഇടാൻ അല്ലെങ്കിൽ നമ്മളും ഒരാളാണെന്ന് ആനയ്ക്ക് കാണിച്ചു കൊടുക്കാനായിട്ടൊരു അവസരം മോഹനൻ ചേട്ടൻ തന്നിട്ടുണ്ട്. പുള്ളി എന്നെ ആന അഴിക്കാനും പുള്ളിയുടെ വീട്ടിലായിരുന്നു. പിന്നെ ആന വെച്ചാണ് എനിക്ക് ആന വഴിയാക്കി തരുന്നത്. അതിന് ചിട്ടവട്ട കാര്യങ്ങളെല്ലാം അറിയാനുള്ള ആരാണ്. പിന്നെ പ്രത്യേകിച്ച് അതിന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ പരിധിക്ക് കൊണ്ടുവരണം. ആ ഒരു ഇത് മാത്രം നോക്കിയാൽ മതി. ഈ അനന്തനാനയുടെ രീതികൾ എങ്ങനെയാണ്? ഈ ഒരു ആന എന്നുള്ള രീതിയിൽ ആനയുടെ രീതികൾ എങ്ങനെയാണ്? അതിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ആന അഴിച്ചിറക്കി ആന വെള്ളം കൊടുക്കുന്ന കൂട്ടത്തിൽ ആനയെ തിരുമുഖത്ത് വെള്ളം ഒഴിക്കാനൊന്നും ആനയ്ക്ക് ഇഷ്ടമല്ല. ഇനി എന്നെ ഇത്രയും വർഷം കൊണ്ട് നടന്ന ആളൊന്നും അത് നോക്കത്തുന്നില്ല. ആന നീക്കി കളയും. അങ്ങനെയുള്ള തെറ്റുകളൊക്കെ ആന ആ നേരത്താണ് ചട്ടക്കാരൻ്റെ അടുത്ത് കാണുന്നത്. അല്ലാതെ വേറെ ശല്യങ്ങളൊന്നും. ഈ ആനയുടെ നമ്മൾ നോക്കി കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളോടുള്ള ആനയുടെ രീതി എങ്ങനെയായിരുന്നു? ആദ്യമായിട്ട് തന്നെ ആനയെ കൊണ്ടുപോകുന്നത്
അല്ല ഈ രണ്ടാനക്കാരൻ എന്ന് പറഞ്ഞത് ഞാൻ മാത്രമേ ഉള്ളൂ. രണ്ടാമനക്കാരൻ്റെ ആദ്യമായിട്ട് ആനയ്ക്ക് ചുമതല കയറുന്ന ചേട്ടനാണ്. ഞാൻ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഈ പൊക്കരാശൊക്കെ വന്ന് കുറച്ചാൾ നിന്നു. അപ്പൊ ആനയ്ക്ക് തന്നെ ഇതൊരാള് എന്റെ അടുത്ത് നിൽക്കുന്ന തീറ്റ കൊണ്ടുവരുന്നു എന്നുള്ള ഇതേ ഉള്ളു. അല്ലെ രണ്ടാമന ഇതിനു മുമ്പ് ആരും ഈ രണ്ടാനക്കാരനായിട്ട് കൈകാര്യം ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ആളുണ്ടെന്ന് ആനയ്ക്ക് അറിയുന്നത് ചേട്ടൻ ചെന്നതിന് ശേഷം. അതിന് 3-4 പേരെ ആന പിടിച്ചോണ്ട് വരാം. അപ്പൊ അന്നത്തെ കാലത്ത് ഈ ആനയുടെ രീതികളും അല്ലെങ്കിൽ ഈ ആന ഇന്നൊരു സൂപ്പർ സ്റ്റാർ ആണ്, അന്നും ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. ഈ കൊല്ലം ജില്ലയിലെ ആതിര രാജശേഖരനോട് കിടപിടിക്കാനായിട്ട് ഉള്ള ഒരു ആന ഈ ആനയായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് ആനയുടെ വളർച്ചയും കാര്യങ്ങളും ചേട്ടൻ നോക്കി കാണുമ്പോ എങ്ങനെയാണ്? നല്ല പൊക്കത്തിലുണ്ട്, നല്ല പക്കിലും ഉണ്ട്.